ഒരു ഫ്രഷ് മൈൻഡിൽ വന്നിരുന്ന ആളുകൾ അവിടെ നമ്മൾ തീരുമാനം എടുത്ത് വന്നിട്ട് ചില പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി കൂടെ നടത്തി നമുക്ക് ശക്തമായിട്ട് പോകാം. എന്നോട് ഈ പരിപാടി പങ്കെടുക്കണമെന്ന് രാജീവൻ സാറ് പറഞ്ഞ എൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് സാറിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു പരിപാടി പണക്കാലത്തൊരു വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഇതൊക്കെയാണ് സമരം എന്ന് പറയുന്നത്. വലിയ ഓഡിറ്റോറിയം എടുത്ത ആളുകളെ വണ്ടിയെ കയറ്റി വൈകിട്ട് എന്തെങ്കിലും വണ്ടിക്കൂലിയോ അല്ലെങ്കിൽ കുപ്പിയോ അല്ലെങ്കിൽ ഇന്നൊക്കെ അതാണല്ലോ കാണും. അതിനപ്പുറത്തേക്ക് സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ഒരു സാമൂഹ്യ വിഷയത്തിൽ നമ്മുടെ സ്വന്തം വീട് സംരക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, എൻ്റെ വീട് രക്ഷിക്കാൻ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വീടും അങ്ങനെ രക്ഷിക്കാൻ പറ്റില്ല. എന്നെയും കൂടി പരിഗണിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ആ ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്ക് ഇത്തരം കൂട്ടായ്മ വളരെയേറെ പ്രസക്തിയുണ്ട്. വളരെ സന്തോഷമുണ്ട് എന്തായാലും എൻ്റെ പരിപാടിക്ക് ക്ഷണിച്ചതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. 2ാം റൗണ്ട് കൊണ്ട് തീർക്കുകയാണ്. 3ാം റൗണ്ട് ചർച്ച ചെയ്യാൻ എനിക്ക് വിരോധമില്ല. പക്ഷെ 5:45 വണ്ടിക്ക് ട്രെയിനിൽ പോകാമെന്നാണ് സുരേഷ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്താ അവൻ ഇനി ഉണ്ടെങ്കിൽ ചർച്ച ഇനി അധ്യക്ഷന് വിട്ടുകൊടുത്തേക്കണം. എല്ലാവർക്കും നന്ദി. അതെന്താ വെച്ചാലേ 19ാമത്തെ MP-ക്കാണ് ഏറ്റവും ആദ്യം നിവേദനം കൊടുക്കുന്നത്. 200ഓളം ഇരകളുടെ ഉത്തരവാദിത്തമുള്ള MP-യാണ് കെ രാധാകൃഷ്ണൻ. നിയോജകമണ്ഡലം നമ്മുടെ കേരളത്തിലെ 200ഓളം ഇരകളുടെ ഹരിദാസ് വന്നിട്ട് അവിടെ UDF-ന്റെ സമരമൊക്കെ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വേണ്ടി ഒരു ദിവസത്തെ ഫുള്ള് പരിപാടി വെച്ചു. ഹരിദാസ് അത് ഉദ്ഘാടനം ചെയ്തു. ആ മണ്ഡലത്തിലെ MP-യാണ്. CPM-ന്റെ മറ്റുള്ള ആളുകളും മാതിരിയല്ല, ഇച്ചിരി ജനകീയനാണ്, ഇച്ചിരി സൗമ്യമായിട്ട് പെരുമാറുന്ന ആളാണ്. നമ്മൾ ഏറ്റവും ആദ്യം നിവേദനം കൊടുക്കേണ്ട ആള് അതാണ്. അത് യാതൊരു അതിന് എല്ലാവർക്കും ഒരു അതെ, അത് വേറെ ഒന്നും നോക്കേണ്ടതില്ല. അവര് പറയുന്നില്ല നമ്മുടെയൊക്കെ പോകുന്നുള്ളത് അവര് പറയുന്നില്ല. അല്ല, ഇപ്പൊ ശബരിയിലായിട്ടുണ്ട്, അവിടെ ഒന്നും വന്നില്ല. പക്ഷെ ആൾക്കാരെ പൊപ്പിക്ക പോയി. വരാതിരിക്കട്ടെ, നമ്മുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള സാധനം പോയി കാര്യമില്ല. 2026 നമ്മൾ ഈ ലാൻഡ് പോകുന്ന ഭാഗം മാത്രമല്ല, കേരളം മുഴുവൻ നമ്മൾ ഇതിനെതിരെ എങ്ങനെ പ്രചരണം നടത്തണം. അതിന് നല്ലൊരു ഫണ്ട് വേണം. കാരണം എളുപ്പമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ നിയോജകമണ്ഡലവും കേന്ദ്രീകരിച്ചുകൊണ്ട് 140 നിയോജകമണ്ഡലങ്ങളിലും നമ്മളുടേതായ പ്രചരണം ഈ കേരളത്തിനെതിരായിക്കൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ വിശദീകരിക്കണം. അതൊരു ചെറിയ കളിയല്ല. നമുക്ക് പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷെ നമുക്ക് അതിനുള്ള പ്രവർത്തകരില്ല. അത് സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് ചിന്തിക്കേണ്ട. എല്ലാത്തിന്റെയും പ്രശ്നങ്ങൾ ഇപ്പൊ ഒരു ഹൈവേ ആ വഴിക്ക് വന്നു, അതില് നഷ്ടപ്പെടുന്നവർ മാത്രമാണ് അതിനകത്ത് പങ്കാളിത്തം വരുന്നത്. അപ്പൊ നമ്മളാരും അതിന് ഒരു കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല, അങ്ങനെ അറിയുന്നില്ല നമ്മളാരും. നമ്മുടെ നമുക്കറിയാലോ, ഇത് തന്നെയാണ് റെയിൽവേയുടെ കേസായാലും ഇങ്ങനെ ഒരു സിൽവർ ലൈൻ വരുന്നതിനെ കുറിച്ച് നമ്മള് ബോധവാന്മാരാവുന്ന നമ്മുടെ സ്ഥലങ്ങൾ പോകുന്നതും നമ്മുടെ ഭാഗത്തൂടെ കടന്നു പോകുന്ന കാരണം കൊണ്ടാണ്. പിന്നെ അദ്ദേഹം പറയണത് നമ്മള് ചാവക്കാട് ഉപശേഖരണത്തിന് പോയപ്പോ ഉപശേഖരണത്തിന് പോയതാണ് ഞങ്ങളൊരു നമ്മളെത്ര ഗ്രൂപ്പിലിട്ട്. ഈ ഇരകൾ മാത്രമല്ല, മെയിൻ അർപ്പിയേണ്ടത് ബഫർ സോണിലുള്ള ആൾക്കാരാണ്. അവർക്ക് അറിയില്ല ആക്ച്വലി അവർക്ക് എന്താണ് സംഭവിക്കുക. അവർക്ക് കാശും കിട്ടില്ല, ബഫർ സോണിലുള്ള ആൾക്കാർ വരപ്പോ വരുന്നില്ല. ആരാണ് വീട് പോണത് അവൻ മാത്രമേ വരും. എന്റെ വീട് പോകാൻ ലോക്സഭയുടെ ചട്ടം കഴിഞ്ഞ കേരള ഗവൺമെന്റ് ആർട്ടിക്കിൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ട് ഓരോ മന്ത്രാലയത്തിൽ ചർച്ചകൾ ആരംഭിക്കുന്നു. ആ മന്ത്രാലയത്തിൽ ചർച്ചകൾ ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സബ്മിഷൻ കൊടുത്തുകൊണ്ട് ലോക്സഭയിൽ ഈ സംഭവം ഉന്നയിക്കാനായിട്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ MP ഭരണപക്ഷത്തിലൊരു MP എന്നുള്ള നൽകി അതൊരു പറയുമ്പോൾ അതിൻ്റെ ഒരു ആധികാരികത സ്വാഭാവികമായിട്ടുണ്ടാവും. അത് നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ MP-യോട് ഈ കാര്യം ഒരു നിവേദനം കൊടുത്തു പോരുന്ന സ്വാഭാവികമായിട്ട് അറിയാം. ഒരു പൊളിറ്റിക്കൽ ലെവലിൽ ധാരാളം ആളുകൾ പല കാര്യങ്ങൾക്കും നിവേദനം കൊടുക്കുന്നു, വാങ്ങുന്നു, വായിക്കുന്നു, വയ്ക്കുന്നു. കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് ഇത് ലോകസഭയിലെ റെയിൽവേ മന്ത്രാലയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച വരുമ്പോൾ ആ ചർച്ചയിൽ കൃത്യമായിട്ട് സബ്മിഷൻ ഉന്നയിച്ച് ഇതാണ് ഇതിൻ്റെ കാര്യമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യം നടത്തി സംസ്ഥാനം നടത്തി ഒരു സമരത്തിൽ നമ്മൾ തീരുമാനമായിട്ടുണ്ടാവില്ല. അപ്പോൾ ജവാൻ സാറ് പറഞ്ഞ പോലെ ഒരു വേറെ ലൈൻ നമ്മൾ ഉദ്ദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കത് നമ്മളെ പ്രത്യക്ഷത്തിൽ നമ്മളെ ബാധിക്കുന്നുണ്ട്. ഏതൊരു സമരം പോലെ നമ്മളൊരു രാഷ്ട്രീയ സംഘടനയല്ല, എന്നും ഒരുപോലെ നിൽക്കാനായിട്ടില്ല. അത് സാധിക്കാറുമില്ല. രാഷ്ട്രീയ സംഘടനയ്ക്ക് കെട്ടുറപ്പുണ്ടാവും, നമുക്കതില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബാലാരിഷ്ടത നമുക്കുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞപ്പോഴും അപ്പോൾ സാറിന് വിളിച്ചു, നമുക്ക് എടുക്കാൻ പറ്റില്ല, വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇതേപോലെ പലരും കാര്യങ്ങളൊക്കെ. എന്നാൽ പോലും നമ്മളെ ഈ കെട്ടുറപ്പ് നീണ്ടുപോവുകയും
അതിനോടൊപ്പം തന്നെ ഈ സംസ്ഥാന തലത്തിൽ ഇത് കടന്നു പോകുന്ന ആളുകളെ സംഘടിപ്പിച്ച് അവർ ബഫർ സോണിലെ ആളുകളിലും അപ്പോൾ അവരുടെ കുറച്ച് ഒപ്പ് ശേഖരിച്ചിട്ട് ഇപ്പോൾ സുരേഷ് ഗോപി ഇപ്പം നമ്മുടെ കാൻഡിഡേറ്റ് അല്ല തൃശ്ശൂരിൽ നിന്നുള്ള ആൾ നിലയ്ക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി നിലയ്ക്കും അല്ല ഒരു MP എന്ന നിലയ്ക്കും ആൾ മുന്നേ അറിയിക്കുക അല്ല നമ്മൾ ഒപ്പുചാരം നടത്തിയിരുന്നു നേരത്തെ അതൊരു കോമൺ ആയിട്ട് ഒപ്പുചാരം മാത്രമായിരുന്നു. ഇത് നേരെ തിരിച്ച് ഡൽഹിയിലെത്തുക എന്നൊരു അവസ്ഥ ചെറുതല്ലാത്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശം എനിക്ക് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ കാര്യമായിരിക്കും എന്ന് തോന്നുന്നത്. MP മാർക്കല്ലേ സുരേഷ് ഗോപിക്ക് പ്രത്യേകിച്ച് മറ്റൊരു DPR ആണത്. ഈ പുനഃപരിശോധന പറഞ്ഞ് അവർ ചോദിക്കുമ്പോൾ ഒക്കെ പറയും അത് സംസ്ഥാനത്തിന് അയച്ചിട്ടുണ്ട് പുനഃപരിശോധന. ഇവർ പറയും ഞങ്ങളത് കൊടുത്തിട്ടുണ്ട്, റെക്ടിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു കളിയാണ്, അങ്ങനെയാണ് അത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് നമ്മുടെ ഡിമാൻഡാണ് അത് തള്ളിക്കളയാൻ DPR പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ. നോട്ടിഫിക്കേഷൻ സ്റ്റേറ്റ് ഗവൺമെന്റിനെ പറ്റുള്ളൂ. അതെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്താൽ മതി. ആ സ്റ്റേറ്റ് ഗവൺമെന്റ് അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ എന്നാണ് ഞാൻ പറയാനുള്ളത്. അത് ശിവദാസന്റെ ശ്രദ്ധയിൽ പെടുത്തണം. അതിന് പുറമെ നമ്മുടെ ഈ അതൊക്കെ നടത്തുക, എല്ലാ വീട്ടിൽ കൊടുക്കുന്ന നിവേദനങ്ങൾ കൊടുക്കുക. പിന്നെ നമ്മുടെ യൂണിറ്റുകളിലൊക്കെ ഈ മീറ്റിംഗ് കൂടിയിട്ട് ഈ വിഷയങ്ങളൊക്കെ ഒന്ന് പറയുന്നു, ഒന്ന് സജീവമാക്കുകയും ചെയ്യുക. ഇന്നിപ്പോൾ ഞങ്ങളുടെ ഏരിയയിലുള്ളവരെല്ലാവരും പണിക്ക് പോയിക്കുക, സാധാരണ പറഞ്ഞതൊക്കെ പണിക്ക് പോയിക്കുക. പിന്നെ ചിലവരൊന്നും വിളിച്ചാൽ കിട്ടുന്നില്ല. അപ്പോൾ ഒന്നും അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ചിലർ വിളിച്ചൊന്നും എടുക്കണില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വരാനാവില്ലാതെ പോയത്. കട്ടിങ് ഞാൻ വായിച്ചുള്ളൂ. അപ്പോൾ അതിലിപ്പോഴും ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. മാറ്റി തരാൻ പറയുന്നു. മാറ്റി എന്തിനു മാറ്റണേ? ഞങ്ങൾ തയ്യാറല്ല എന്ന് കട്ട് ആൻഡ് റേറ്റഡ് പറയാനുള്ള സംവിധാനം ഏത് XY ആരായിക്കോട്ടെ സംവിധാനം അല്ലേ? രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലായിട്ട് സംസ്ഥാനത്തിന്റെ ഒരു അധികാരത്തിലേക്ക് കടന്നു കേന്ദ്രത്തിനും പറ്റില്ല. നമ്മളെ കേന്ദ്രം സംസ്ഥാനം അപേക്ഷിക്കണോ അത് അനുവദിക്കേണ്ടത് അവരുടെ ഇഷ്ടമേ അനുവദിക്കാൻ ഇല്ലെങ്കിൽ വേണ്ട. പക്ഷെ സംസ്ഥാനങ്ങളെ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കും. അല്ല, ഇവിടെ അത് ചെയ്യാനുള്ളത് ഇവിടെയുള്ള ജനങ്ങള് ഇതിനെതിരാന്നുള്ളത് കൂട്ടായിക്കൊണ്ട് 19 MPമാരും വീണ്ടും കേന്ദ്രത്തിന് സമ്മർദ്ദം ചെലുത്താൻ പറയാം. അല്ല, കൂട്ടത്തിൽ സുരേഷ് ഗോപിയെ സെപ്പറേറ്റ് എന്താന്ന് പറയാം, മൊത്തം തൃശ്ശൂർ ജില്ലയിൽ വ്യാപകമായ പരസ്യം കൊടുത്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് നിവേദനം നൽകുന്നതുകൊണ്ട് ഒരു സമരസമിതി എല്ലാ വീടുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ടാമത് ഒപ്പുശേഖരണം നടത്തിക്കൊണ്ട് ഒരു ചടങ്ങ് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ സുരേഷ് ഗോപിക്ക് കൊടുക്കുക. അത് കുറച്ച് എഫക്റ്റീവാണ്. വെറുതെ നമ്മളിപ്പോ വീണ്ടും ഒപ്പിട്ട് കൊടുത്തോണ്ട് യൂണിറ്റ് ഓരോ സാഹചര്യങ്ങളും പറഞ്ഞാലേ ഇപ്പൊ ആരും നമ്മളെ ആക്റ്റീവ് ആക്കാൻ നോക്കിയിട്ട് ആരും ആക്റ്റീവ് അത് ശരിയാക്കാം. നമ്മളൊരു രാഷ്ട്രീയ സംഘടന അല്ല. അതാണ് പ്രധാന. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സിൽവർ ലൈനെ പറ്റി നമ്മുടെ ഈ സിൽവർ ലൈൻ കടന്നു പോകുന്ന ഭാഗത്തുള്ളവർക്ക് മാത്രമേ അതേപ്പറ്റി അറിയുള്ളൂ. കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് സിൽവർ ലൈൻ എന്താണെന്ന് പോലും അറിയില്ല. കേരളയിൽ അറിയില്ല, സിൽവർ ലൈനും അറിയില്ല. പക്ഷേ 2026 വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് കേരളീയരെ എല്ലാവരെയും നമ്മളത് ബോധ്യപ്പെടുത്തണം. സിൽവർ ലൈനിൻ്റെ അപകടം വന്നു കഴിഞ്ഞാലുള്ള അപകടം ബ്രിഡ്ജ് പാസ്സായി കിടന്നിട്ട് എത്ര കൊല്ലങ്ങളായിട്ടുണ്ടോ അത് അതിന്റെ കാര്യമൊക്കെ മറ്റേ ശിവാനന്ദ പറഞ്ഞ പോലെ ആ ഒരു ഡൽഹിക്ക് അത് പെടുത്തണം, അതുകൂടി ചെയ്യാൻ പറയാ. അവർക്ക് പണിയാവട്ടെ, കേരളയിൽ അങ്ങനത്തെ പുറപ്പെട്ടതാണ്. പക്ഷേ ഈ റോഡിന്റെ അവസ്ഥയും അതിനാണ് സെൻട്രൽ ലൈൻ